തോമ ഒന്ന് വേഗം പാടാൻ, നേരം പാതിരാത്രിയായി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ എങ്ങനെ കിടന്നുറങ്ങിയാ മതിയെന്ന്. തോമ, ആ കല്യാണം വിട്ട് വന്ന എല്ലാ ഒടുക്കത്തെ കഴിവുകൾക്കും നല്ല വെള്ള. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചിട്ട് പോകുന്നത്. എന്റെ പൊന്നു വർക്കിച്ച, ഒന്നും വേഗം മിണ്ടാതെ നടന്നു വാ. കർത്താവേ, ഭൂതവും പ്രേതമുള്ള സ്ഥലമാണ്, രക്ഷിക്കണേ. വർക്കിച്ച, പേടിപ്പിക്കാതടാ. ഇവിടെ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്ത സ്ഥലമാണ്. വേഗം നടക്ക്, രക്ഷപ്പെടാം. ഒന്നും മിണ്ടാതെ വാടാ പൊട്ടാ. അയ്യോ, എന്റെ അമ്മച്ചി. എന്താണ് ഭ്രാന്ത? അയ്യോ, ഇതൊരു പെങ്കൊച്ചല്ലേ? പിടിച്ചക്ക വാടച്ചക്ക, മനുഷ്യനെ പേടിപ്പിക്കാതടാ. എന്നാൽ ഞാനൊന്ന് നോക്കിട്ട് വരാം. ഇവിടെ ഒരു പെണ്ണും ഇല്ല, മണ്ണാങ്കട്ടയും ഇല്ല. ഇവിടെ മരക്കൊമ്പ് മാത്രമേ ഉള്ളല്ലേ. പോടെ ഭ്രാന്ത. അവൻ അവിടെ എങ്ങാണ്ടും പോയി വാറ്റിടിച്ചിട്ടേ തലക്ക് ഓളം കൊണ്ടതാണ്, ഓളം കൊണ്ടതാണ്. ഇവനിപ്പോ ഒരു പേടിത്തൊണ്ടൻ. ഇവനെ കൊണ്ടൊരു സ്ഥലത്ത് പോകാൻ കൊള്ളില്ല. കാട്ടി കിടക്കണ ബ്ലൗസ് കണ്ടപ്പോ പേടിച്ചു പോയി. ഇവനിപ്പോ ഒരു പേടിത്തൊണ്ടൻ. ഇവൻ പറഞ്ഞേ നേരാനേ, അതാനേ മൂത്രമൊഴിക്കണേ, എന്റെ രക്ഷിക്കണേ. ഓടിക്കോടാ, ഓടിക്കോടാ മാറ്റാ, ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ. ആ വണ്ടി ഓടിച്ചോണ്ട് വരുന്നവന്റെ പുറകിരിക്കുന്നവനില്ലേ, അവൻ എന്റെ പഴയൊരു നോട്ടപ്പുള്ളിയാണ്. ഞാൻ അവനൊരു പണി കൊടുക്കാൻ പോയാണ്, അവനെ അണ്ണാക്കി കൊണ്ട് നിർത്താൻ പോയാണ്. നീ കണാകുളയെന്ന് എന്നോട് പറയരുത് കേട്ടോ. വണ്ടി വന്നേ കാണാൻ പറയണോ നാറി. വണ്ടി എന്ത് മാറ്റണോ? ഇങ്ങോട്ട് വാടാ. നിന്റെ ഹെൽമെറ്റ് എവിടെടാ? തനിക്കെന്താടോ ഭ്രാന്ത് കയറിയോ? നീ മാറിക്കടാ കൊണ്ട്. സാറിനുള്ള പണി പുറകെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ നിന്റെ ഭ്രാന്ത് ഇപ്പൊ തീർക്കൂടാ. സാറേ വിട് സാറേ. പട്ടി കഴിവേറി പോലീസുകാരാ. പാവപ്പെട്ട മനുഷ്യരുടെ മത്ത് കുതിര കയറിയാലുണ്ടല്ല, നിനക്ക് വീട്ടിൽ കയറി വന്ന് തട്ടിക്കല എങ്ങനെടാ മയിരെ. ഇനിയൊന്നും ചെയ്യേ, ഇനിയൊന്നും ചെയ്യട്ടാ. സ്റ്റേഷനിൽ കിട്ടും കേട്ടാ. അത് നിനക്ക് ഞാൻ പറഞ്ഞു. തെണ്ടികളെ ഈ നാടേതാണ് കേൾക്കാം. വീഡിയോ ഉണ്ടോ എടുക്കാൻ? എന്റെ കയ്യിലൊരു വീഡിയോ ഇല്ല, താടിയും ഇല്ല. നിന്റെ കയ്യിലുണ്ടോടാ? എന്റെ കയ്യിലില്ല. കിടക്കണേ വലിച്ച് ചാകും.
ഇവിടെ പളങ്കേ നിന്റെ വയറെന്താ ചാണാന്നൊക്കെ പോലെ നിങ്ങൾക്ക് രാത്രി ആർക്കും ഉറക്കമില്ലല്ലോ. എടാ പളിക്ക്, നീ ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേടാ. ഞാൻ ആ കല്ലുമ വിലാസിനിയുടെ വീട്ടില് രാത്രി പോയത് നീ കണ്ടതുകൊണ്ടല്ലേ അത് പറഞ്ഞു. നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്ന? എന്താണ് നിന്റെ പെണ്ണുപിള്ള പെറ്റോ? അതെ, പെറ്റത് ആരാണെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ ഈ കളിക്കളത്തിൽ പറയുന്നില്ല, പറഞ്ഞാ ശരിയാകത്തില്ല. എന്താണ്ടാ ബിജു സംഭവം? അതെ, നമ്മുടെ ദാസിന്റെ മകളെ ആരാണ്ട് പിടിച്ചോണ്ട് പോയി. എടാ തോമ, നീ വല്ലതും അറിഞ്ഞായിരുന്നു? എന്റെ കർത്താവ്, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. അവന്മാര് ചീട്ട് കളിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ അവിടെ ആളാണെന്ന് എനിക്കറിയാം. നീ അവന്മാരെ കണ്ടു കഴിയുമ്പോൾ മറ്റേ വർത്തമാനം പറഞ്ഞാലേ എന്റെ സ്വഭാവം സെറ്റിൽ വരുമ്പോ ഞാൻ നിന്നെ കാണിക്കും. ഇന്നലെ എന്നെ കുത്തിനെ പിടിച്ച് എതിർക്കാൻ പോലീസ് വരുന്നുണ്ട്. ഇവന്മാര് എന്തുദ്ദേശത്തിലാണ് വരുന്നത്? പോലീസാണ് ആരാണെന്ന് നോക്കേണ്ട കാര്യമില്ല. എന്റെ അമ്മയാണ് അതിന്റെ അടിവയറ്റി കൂടി കത്തി കയറ്റി വിടി ഞാൻ. നിങ്ങൾ ചീട്ട് കളിക്കുന്നത് പൈസ വെച്ചോണ്ടാണോ? പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ തമാശക്ക് കളിക്കുന്നതാണ് സാറേ. ഞങ്ങൾക്ക് തോന്നിയത് പൈസ വെച്ചോണ്ടാണോ? നോക്കാമല്ലോ. ഏയ്, പൈസ ഒന്നും പറ്റൊന്നുമല്ല. ഇയാളെ നല്ല പരിചയമുണ്ടല്ലോ, അറിയോ? ആ അറിയാം, എങ്ങനെ? നിങ്ങളെ കുറിച്ച് അറിയാനിട്ടാ. സാധനം ഇങ്ങോട്ട് വന്നേ. ഈ നാറികളുടെ വരവേ നമ്മളെ കൊടുക്കാനാണോ? എനിക്കിതൊന്നും ബാധകമല്ല. ഞാൻ ഈ വെള്ളത്തിൽ ചാടി അല്ലേലും നീ ചാട്ടക്കാരനാണല്ലോ. പിന്നെ കളിക്കാം നമുക്ക്. അവന്മാര് പോട്ടെ. അവരെ നമ്മളെന്തിനാ പേടിക്കണതെന്നേ? പോലീസുകാർ വല്ല പണിയും തരാനാണെങ്കിൽ നമുക്ക് വണ്ടർ പണി കിട്ടും കേട്ടോ. ഞാൻ ഏതായാലും എടാ, നീ ഇതെവിടെ പോണ്ട പേടിത്തുണ്ടാ? പോകല്ലേ പോകല്ലേ, നല്ല വണ്ടർ പണി കിട്ടും. നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഇങ്ങോട്ട് വാടാ. ഒറ്റയ്ക്ക് പോരുത്, ഞങ്ങളും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് എന്തോ ഒരു അങ്കലാപ്പ് പോലെ. എടാ, എനിക്ക് ഒരെണ്ണം മേടിച്ചു തരുവാ. ആ മിഹേലിനൊന്ന് വിളിക്കാവോ? അവൻ വന്നാൽ എനിക്കൊരു ധൈര്യ. നിങ്ങളുടെ ആരെങ്കിലും അവന്റെ നമ്പർ ഉണ്ടോ? ആ ഫോണെടുത്തൊന്ന് വിളിക്കണം. മിഹേല് വന്നാലേ സമാര് ഓർഡർ വഴിയേറിയത്തില്ല. വന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. മിഖായലിന് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ആളിവിടെ എത്തും. അവൻ വന്ന കാര്യം നമ്മുടെ മിഹേൽ എത്തിയടാ. ഇനി നമുക്ക് പേടിക്കണ്ടാ. മിഹേലെ, അമ്മമാര് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ വിളിക്കാൻ പോയായിരുന്നു. എന്താണ് അളിയാ പ്രശ്നം? ആ കഴിവരുടെ മക്കള് വന്നല്ലേ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഒരു പോലീസുകാരനും നമ്മുടെ ഒരുത്തരെയും പേടിയില്ല. അച്ചായ, മിഖായലെ, നമ്മളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ല ആ പോലീസുകാർ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 കുട്ടികൾ ഇവിടുന്ന് മിസ്സായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റേഷനിൽ പരാതിയുണ്ട്. ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഈ പോലീസുകാർ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ സഹകരണം പരിപൂർണമായും അവർക്കുണ്ടാകണം. നിങ്ങളൊന്നും ഇത് അറിഞ്ഞില്ലേടാ? അതിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ അവരുടെ വരവ്. എന്താണ് സാറേ പ്രശ്നം? എന്താണ്? 2 കുട്ടികളെ കാണാനില്ല. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നത്. കുട്ടീനെ കണ്ടില്ലെന്നും പറഞ്ഞ് ഞങ്ങളുടെ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നത്തിന് വന്നതല്ല. 2 കുട്ടികളെ കാണാനില്ല. അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ സഹകരിക്കും. വിഖ്യാലെ ഇങ്ങോട്ടൊന്ന് വന്നേ. നമ്മുടെ നാട്ടിൽ നിന്നും പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയിരിക്കുക. നമ്മുടെ പ്രദേശത്ത് നിന്നാണ് കുട്ടികളെ കാണാതിരിക്കുന്നത്. കുട്ടികളെ കൊണ്ടുപോയത് ആരാണെന്ന് ഏകദേശം രൂപ പോലീസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല. ഞങ്ങൾ നിരപരാധികളാണ് സാറേ. അതെ, നിങ്ങൾ ഇന്നലെ 2 കൊടുത്തില്ലേ? അതെനിക്ക് തൃപ്തി. ഇവരെന്നെ പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിലേ അവന്റെ കഞ്ഞി നാവെ ഞാൻ പൊളിക്കുമായിരുന്നു. 2 കൂടെ കൊടുക്കേണ്ടതായിരുന്നു. അത് മതി. പോലീസല്ലേ സാറേ? സാറേ, നമുക്ക് വികാരി അച്ഛനുമായി കണ്ടൊന്ന് സംസാരിച്ചാലോ?
അച്ഛനുണ്ടോ ഇവിടെ? എന്താണ് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചു, ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ കാണാതാവുകയാണ്. അച്ചു, 4 കുട്ടികൾ നമ്മളെ നാട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. എന്റെ പിതാവേ, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? അച്ചു, ഒരു കുഞ്ഞിന്റെ ബോഡി ഈ കഴിഞ്ഞ ദിവസം കാടിനടുത്തുള്ള പറമ്പിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ബോഡി വെട്ടിനുറുക്കിയ അവസ്ഥയിലായിരുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ചോ, പോലീസുകാര് പറയുന്നത് കുഞ്ഞുങ്ങളാരും നാട് വിട്ടു പോയിട്ടില്ലെന്നാണ്. ഞാൻ ഒരു പോലീസുകാരോട് തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് കുട്ടികൾ നാട്ടിൽ തന്നെ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അവനെ എന്റെ കയ്യിൽ കെട്ടിയാലേ ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ വെക്കും. ഇങ്ങനെയുള്ളവനൊന്നും ഈ ഭൂമിയിൽ ജീവനോടെ വാഴാൻ പാടില്ല. കുട്ടികളെ കൊണ്ടുപോയാരെ ഇവനറിയാം. എടാ പളുക തോമാനം വിടറാ. നിങ്ങൾ പള്ളിക്കുറ്റമാണ്. കുട്ടികളെ കൊന്നവരെ എനിക്കറിയാം. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാം. അച്ഛൻ എന്താണ് ഇതിനൊരു പ്രതിവിധി? ഈ പ്രശ്നത്തിന് പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റിയ ഒരാള് ഇപ്പോൾ തന്നെ ഇവിടെ എത്തും. ഫാദർ, യാത്രയൊക്കെ സുഖമായിരുന്നു? അതെ ഫാദർ. ഫാദർ മാർട്ടിൻ, ഞങ്ങളൊരു ധർമ്മസങ്കടത്തിലാണ്. വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. പോലീസിന്റെ അന്വേഷണം എവിടം വരെയായി? പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. തോമയല്ല പ്രതി. പൈശാചിക ശക്തികളെ സ്വാധീനിക്കാൻ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് എന്റെ സുഹൃത്ത് പറഞ്ഞ അറിവ് എനിക്കുണ്ട്. അച്ചോ, നമ്മൾ തന്നെ മുമ്പോട്ടിറങ്ങണം. പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട മക്കളെ, കർത്താവ് ഇതിനൊരു പരിഹാരം കാണും. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധമ്മ നമ്മെ സഹായിക്കും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ഒന്ന് നേരിട്ടൊന്ന് കാണണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട്. ആരാണ് അയാൾ? പടമുറ്റത്ത് കത്തനാരച്ചന്റെ പിൻതലമുറയിൽപ്പെട്ടവൻ. പഠിച്ച വിദ്യകൾ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവൻ. ഞാൻ അവനെ നേരിൽ കണ്ടിട്ട് വിവരങ്ങൾ ധരിപ്പിക്കാം. എല്ലാം ദൈവാനുഗ്രഹത്താൽ നന്നായി വരട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ കാണും. അത് തന്നെയാണ് എന്റെ ഈ സംശയം. അച്ചോ, നമുക്കിത് ചവിട്ടി തുറന്നാലോ? മിഖേലേ, ചവിട്ടി തുറക്കടാ. ചവിട്ടി തുറക്കണ്ട അച്ചു, ഇത് തുറയും. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എത്രയും വേഗം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെ അരികിൽ എത്തിക്കണം.
കുഞ്ഞുങ്ങളെ എത്രയും വേഗം അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാം. അതെ ഫാദർ. കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ എത്തിച്ചപ്പോൾ വളരെ സന്തോഷമായി. ശരിയാണ് ഫാദർ. അവരുടെ മാതാപിതാക്കളുടെ സന്തോഷം കണ്ടപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു. ഇനി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ കർത്തവ്യമാണ്. അവന്മാരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറ്റവാളികളെ എത്രയും വേഗം പിടിക്കുന്നതിന് നമുക്ക് പോലീസിൽ സമ്മർദ്ദം ചെലുത്തണം വെച്ചു. നമ്മൾ ബലി കൊടുക്കാനിട്ടിരുന്ന കുഞ്ഞുങ്ങളെയാണ് കള്ളപ്പാതിരിമാർ തട്ടിക്കൊണ്ടുപോയത്. പാതിരിമാരെ നമ്മുടെ കയ്യിൽ കിട്ടിയാലേ നമുക്ക് അവരെ ബലിയെടുക്കാം. ഗുരു വരുന്നുണ്ട് ആ കള്ളപ്പാതിരിമാരി. എടാ പളിങ്ങ് ദുഷ്ട, ഈ നാട്ടിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി കൊന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ വഞ്ചിക്കുകയാണല്ലേടാ. അയ്യോ അച്ഛന്മാരെ തലാണോടാ കഴിവേറുടെ മക്കളെ. നിർത്തടാ പട്ടികളെ. അടിച്ചു കൊല്ലടാ അവന്മാരാ. അടി ഗുരു അടി. ഒന്നിനും പുറത്തുവിടരുത്. നമ്മളെ ചതിച്ചോ. അവൻ രക്ഷോട്ട നമ്മൾ ഒന്നിനെ വെച്ചാക്കത്തില്ല. അടി ഗുരു അടി. ഗുരു തലക്കെട്ടടി. വിടടാ പട്ടികളെ. മിഖേലേ, അവനെ ഒന്നും ചെയ്യണ്ട, അവനെ വിട്ടേരി. അച്ഛോ ഇവനെ എന്ത് ചെയ്യണോ അച്ഛോ? ഇവനെ പോലുള്ളവന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചിന് ബലി കൊടുക്കും. അതുകൊണ്ട് ഇവനെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. ഇവനെ ഞാൻ കൊല്ലും. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇവനെ പച്ചക്ക് കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. അവനെ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുക്കാം. ഇത് നിനക്ക് ഇരിക്കട്ടടാ. അച്ഛോ ഇവനെ ഞാൻ കൊല്ലും. ഇവനൊക്കെ പോലുള്ളവന്മാരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ജയിലിൽ ചെന്ന് തിന്ന് മുടിച്ച് കൊഴുത്ത് തിരിച്ചു വരും. വന്നു കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലും. അച്ഛോ ഇവനെ ഞാൻ കൊല്ലും. വേണ്ട മോനെ, കൊലപാതകം പാപമാണ്. അച്ചായ പളിങ്ങിനെ കൊല്ലരുത്. അച്ചോ എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറ അച്ചോ. ആകപ്പാടെ കുഴഞ്ഞിരിക്കുക. എന്നെ തല്ലിയ ഒരു നാശമൊക്കെ ഇരിക്കുകയാണ്. അച്ചോ എന്റെ കൈയും കാലും ഒക്കെ ഒന്ന് അഴിച്ചുവിട് അച്ചോ. ഞാൻ ഇനി ഒരു കുട്ടികളെ ഉപദ്രവിക്കില്ല അച്ചോ. എന്നെ വിട്ടേക്കച്ചോ. എടാ മിഖേലെ നാറി, എന്നെ കത്തിക്കില്ലടാ, എന്നെ കൊല്ലില്ലടാ അച്ചോ. എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറ. എടാ വർക്കിച്ച, നമ്മുടെ ഗുരു കാരന്റെ കയ്യിൽ അകപ്പെട്ടു. ഇനി ഗുരുവിന് രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടാം. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ലോകത്തിലെ എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ.